ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ വേണ്ട എന്നുള്ള രീതിക്ക് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളുടെ എനർജിയിൽ എന്ത് ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 5 of Cups, 6 of Swords, 8 of Wands, Star Energy, Knight of Pentacles, Ace of Cups, 10 of Pentacles, Queen of Wands, Moon Energy, Queen of Pentacles, 10 of Cups, Page of Swords, King of Wands, Ace of Wands, World Energy, Empress, 4 of Swords, 4 of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്ന്, അതായത് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സ് മാറിയിട്ടുണ്ടോ, അവർ നിങ്ങളിലേക്ക് ഇനി വരണം എന്നൊരു ആഗ്രഹമോ കാര്യങ്ങളോ ഒക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണെന്നുണ്ടെങ്കിലും കിങ് ഓഫ് പെൻഡക്കിൾസ് ആണെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ ഒരുമിച്ച് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലും അതേ ആഗ്രഹം ഇപ്പോൾ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് ഒരുപാട് ദേഷ്യവും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും അവരുടെ ഉള്ളിൽ ചെറിയ രീതിക്ക് ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവർ കുറച്ച് ഒരു ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഈഗോ ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഹേർട്ട് ആയതിനെ തുടർന്ന് നിങ്ങളോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ടായിരുന്ന എത്രത്തോളം ദേഷ്യമാണോ അല്ലെങ്കിൽ എത്രത്തോളം ഒരു എന്താ പറയാ വൈരാഗ്യത്തിലാണോ നിങ്ങളെ വേണ്ടാന്ന് വെച്ചത്, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അത്രയും ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസിന്, ദേഷ്യം എന്നുള്ള ഇമോഷൻസ് ഒക്കെ അലിഞ്ഞലിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന സമയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ അവര് ഇവിടെ നിൽക്കുന്ന ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. തിരികെ വരണം എന്നൊരു ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനസാക്ഷി അനുസരിച്ച് പെരുമാറണം എന്ന് വെച്ചാൽ നിങ്ങളോടൊരു മനസാക്ഷിയൊന്നും ഇല്ലാതെ പെരുമാറിയ വ്യക്തിയാണെങ്കിൽ ഇനി അതൊക്കെ ആ ഒരു രീതിയിലൊക്കെ പെരുമാറണം എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിൽ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോടുള്ള അഡിക്ഷൻസോ ഒരു അട്രാക്ഷനോ ഒക്കെ കാരണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും
എന്ത് സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും അവർ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും അവർ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഓർമ്മകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ അവരുടെ ആ ഒരു ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത് അവർക്ക് പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എത്രത്തോളം ദേഷ്യത്തോടു കൂടി നിങ്ങളെ വേണ്ടാന്ന് വെച്ച പേഴ്സൺ ആണ് എങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, സ്വയം വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, നിങ്ങളിലേക്കൊന്ന് തിരികെ വന്നിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്കൊന്ന് തിരികെ വരാനായിട്ടുള്ള ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ ഓടി വരിക. എന്തൊക്കെ തടസ്സങ്ങൾ ഇനിയിപ്പോ അതിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അവരെ ഇപ്പോ അവരുടെ എനർജീനെ ബാധിക്കുന്നില്ല എന്നൊരു മെന്റാലിറ്റി ആണ്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കണക്ഷൻ വീണ്ടും ആ ഒരു സോൾ കോൺട്രാക്ട് നിലനിർത്തണം. ആ ഒരു സോൾ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെ വീണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം ഉള്ള ഒരു ചിന്തകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരൊരു എടുത്തുചാട്ടത്തിനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് തോന്നിയ ദേഷ്യത്തിനോ ഇപ്പൊ എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലവരുടെ ലൈഫിൽ. അത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളായിരിക്കാം, ചിലർക്ക് ഫാമിലി ആയിരിക്കാം, ചിലർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയവരാണെങ്കിലും ഇപ്പൊ അവര് ചിന്തിക്കുന്നുണ്ട്, അവര് പോയി നിന്ന സ്ഥലത്ത് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് കയ്യില് അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു സ്നേഹം കയ്യിൽ നിന്ന സമയത്താണല്ലോ അവരതിനെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. അപ്പൊ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ കുറിച്ച് ഓർത്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വേദനിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കും, അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചിലപ്പോൾ പലപ്പോഴും വർക്ക് ആയിട്ടുണ്ടായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ എനർജിയിലും അവരിപ്പോ അതേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത അവരൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതി കുറച്ചൊരു ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ ചിലപ്പോൾ പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ പോയ വഴിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇവർ തിരികെ പോകുന്ന ആ ഒരു വഴിയിലേക്ക് ഇവർ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ എവിടെയാണ്, നിങ്ങളിപ്പോ happy ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും കണക്ട് ആയിട്ടുണ്ടോ, അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ പേഴ്സണ് വലിയ രീതിയിലുള്ള താല്പര്യം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, മറ്റു ചിലവരുടെ കാര്യങ്ങളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് അറിയാൻ ശ്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ അറിയാനായിട്ട് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. ഇവരായിട്ട് നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് മാറിയവരാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ഒക്കെ നിങ്ങളോടൊന്ന് ചെയ്യണം. നിങ്ങളിപ്പോ ഏത് അവസ്ഥയിലാണ് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് ഒരു നല്ല രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ, അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് എനർജിയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാമിലി എനർജിയും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിക്ക് ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ച ബന്ധമാണ്, എന്നിട്ടാണ് ഇവർ മാറിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു കമ്മിറ്റ്മെന്റ് വീണ്ടും നിങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു സന്തോഷം, റിലേഷൻഷിപ്പിന്റെ സന്തോഷമൊക്കെ വീണ്ടെടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ ഒരു കെയറിങ്ങും സപ്പോർട്ടും എല്ലാം ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഇവരിപ്പോ ഇവരുടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഹൃദയം അതിന് വേണ്ടിയിട്ട് സ്വയം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ടാന്നുള്ള രീതിക്കൊക്കെ മാറി നിന്നെങ്കിൽ പോലും അവരുടെ മനസ്സ് അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. അലിയാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളുടേതായ ആ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയായിരിക്കാം. നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ അവരൊന്ന് കടന്നു വരാനായിട്ട്. അപ്പൊ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, ഇപ്പൊ ഇവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ
നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ, അതായത് രണ്ട് വ്യക്തികളും ഒരേപോലെ തന്നെ ആഗ്രഹിക്കാൻ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് യൂണിവേഴ്സ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് ആവുന്നത്. അപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ ആണ്. ഇവര് ഒരു വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിക്കൊക്കെ പെരുമാറിയിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ബിഹേവിയറിലൊക്കെ ഇവർ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം നൽകാനും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാനും മനസ്സിലാക്കാനും അതിനൊക്കെ ഒരു മനസ്സ് ഇവർ കാണിക്കേണ്ടതാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അതുപോലെ ഇവർക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ഉള്ളിൽ ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്ന പല പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തികളും ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാത്ത കാര്യം ഇവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നിങ്ങളോട് പെരുമാറുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ട്രസ്റ്റ് ഇഷ്യൂ നിന്നിട്ടാണ് ഇവർ നിങ്ങളോട് ദേഷ്യം വെച്ച് മാറിപ്പോയിരുന്നത് എങ്കിൽ പോലും ഇവരോട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർക്കറിയാവുന്ന നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഹൈഡിങ് കാണിക്കുമോ, ഇവരുടെ തെറ്റിദ്ധാരണ എന്താണോ ആ ഒരു രീതിയിൽ, അപ്പൊ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ അവർ ആ ഒരു ചിന്തയും കൂടി കൊണ്ടുവരുന്നുണ്ട്. കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ധരിച്ചു വെച്ചിട്ടോ അങ്ങനെ ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ പാടില്ല. ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ഒരു ക്ലാരിറ്റി വരുത്തുക. അപ്പൊ ഒരു സൈഡ് കൊണ്ട് അവർക്ക് വളരെയധികം ഒരു ആഗ്രഹവും, മറു സൈഡ് കൊണ്ട് അവർക്ക് വളരെയധികം ഒരു ഭയവും ഉണ്ട്. ഭയം എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി. അതുപോലെ തന്നെ ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഭയം. അങ്ങനെ ഒരുപാട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും വളരെയധികം ബുദ്ധിപൂർവ്വം ഇവരൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഒത്തുതീർപ്പ് കൊണ്ടുവരണം, ഒരു കോംപ്രമൈസ് ആണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതും ഒരു സത്യസന്ധമായ രീതിയിൽ തന്നെ ഒരു കോംപ്രമൈസ് വേണം. ചിലവരുടെ എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് കുറേയധികം ദേഷ്യം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഒരു സൈഡ് കൊണ്ട് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദേഷ്യമൊക്കെ അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഈഗോ ഹേർട്ട് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ആ ഒരു ദേഷ്യത്തിന് മുകളിൽ ഇപ്പൊ നിലവിൽ സ്നേഹം വർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദേഷ്യം അവിടെ താഴ്ന്നു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് എല്ലാത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ എനർജിയിൽ അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവം മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സന്തോഷകരമായ പരിസമാപ്തി തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ലൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികള്, കുടുംബം അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ആണെങ്കിൽ അവരിപ്പോ നിങ്ങളുടെ ആ ഒരു കുട്ടികളെ ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടികളൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിലേക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ വീണ്ടും നടത്തി കഴിയുമ്പോൾ ഒരു കുഞ്ഞൊക്കെ നിങ്ങളുടെ ലൈഫിൽ വേണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഒരു ബോണ്ടിങ് ഒക്കെ വരും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ചിന്തകളിൽ അല്ലെങ്കിൽ നിങ്ങളോട് വന്നിരിക്കുന്ന സ്നേഹത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. അപ്പൊ ഭയങ്കര ദേഷ്യം കാണിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു ദേഷ്യം കാണിച്ചതിനും നിങ്ങളെ മാറ്റി നിർത്തിയതിനും സ്വയം അവർ വേദനിക്കുന്നുണ്ട് ഇവിടെ. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലവറിങ്, ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം. ഒരു പുതിയ തുടക്കം. അതിന് വേണ്ടിയിട്ട് ഇവർ എത്രത്തോളം എഫേർട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് തയ്യാറാണ്. അതിന്റെ കൂടെ നിങ്ങളുടെയും കൂടെ ഒരു സഹായം അവർക്ക് ആവശ്യമാണ്, സപ്പോർട്ട് ആവശ്യമാണ്. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനോഭാവത്തിൽ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നോക്കുവാണെങ്കിൽ ചേഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ ചില ഡൗട്ട്സുകൾ കാര്യങ്ങൾ ഒക്കെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കാതെ കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യമേ തന്നെ നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. തുറന്നൊരു സംസാരം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റാരുടെയോ സഹായം ഇല്ലാതെ, അതായത് ഒരു മീഡിയേറ്റർ,
അങ്ങനെ ഒരു മീഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പരസ്പരം നിങ്ങളായിട്ട് തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം രണ്ടുപേരും കൂടെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. ഇതിനകത്ത് ഒരു നല്ല രീതിയിലുള്ള മാറ്റം സംഭവിക്കുകയും ചെയ്യും. ആ ഒരു സന്തോഷവും സമൃദ്ധിയായിട്ട് ഒരു ഫാമിലി ലൈഫ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നിങ്ങൾ അവരുടെ കൂടെ ലൈഫ് ലോങ് വേണം എന്നൊരു ആഗ്രഹം എന്തായാലും നിങ്ങളുടെ പേഴ്സണിലേക്ക് ജനിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലൊരു മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലൂടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടുന്നത്. അവർ പുറമേ നിന്ന് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് അവരിലൊരു നിരാശയുണ്ട്. ആ നിരാശ അവരിലേക്ക് ഒരു ഭയമായിട്ട് മാറുന്നുണ്ട് ഈ ഒരു സമയം. അപ്പൊ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് പോയ വ്യക്തികള് ഇപ്പോ നിങ്ങൾക്കിനി മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് ഭയക്കുമ്പോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അവർക്ക് ആത്മാർത്ഥമായി നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ എന്തൊക്കെ സിറ്റുവേഷനിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാലും അതായത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രണയം അത് പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ലൈഫ് ലോങ് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവരുടെ കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പൊ കുറച്ച് വൈകിയാണെന്നുണ്ടെങ്കിലും അവർക്ക് തോന്നിയിരിക്കുന്നത്. മാത്രവുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണിലും ആഗ്രഹം വന്നിരിക്കുന്നു. അതുമാത്രമല്ല ഇവർ വളരെ പ്രതീക്ഷയോട് കൂടി ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ ഈ റിലേഷൻഷിപ്പിനെ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അവർക്ക് ഇപ്പോഴും ഒരു വിശ്വാസം ഉണ്ട്. ഇവരിപ്പോ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫിയർ ഉണ്ടെങ്കിൽ പോലും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു forgiveness ഒക്കെ റിലേഷൻഷിപ്പിൽ ഒരു ക്ഷമാപണം ഒക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ മാറും. ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യ സമയത്ത് അതൊന്നും ഉൾക്കൊള്ളാൻ ഇവരുടെ മനസ്സ് തയ്യാറായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം intuition അനുസരിച്ച് തന്നെ പെരുമാറുക. സ്വന്തം മനസ്സ് പറയുന്ന അനുസരിച്ച് തന്നെ നീതിപൂർവം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുക. കാരണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയേണ്ട അത്രമാത്രം ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ അത്രമാത്രം തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് ഇവര് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവരത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും സിറ്റുവേഷനോട് തോന്നിയിരിക്കുന്ന ഒരു അഡിക്ഷൻ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പൊ എന്തിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ അവഗണിച്ച ആ ഒരു മനസ്സിനെ ഓർത്ത് അവർ സ്വയം വേദനിക്കുകയാണ്. അതോടൊപ്പം അവരായിട്ട് തന്നെ ആ ഒരു മനസ്സിനെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് അവരുടെ മനോഭാവം തന്നെ ഇവിടെ മാറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഈഗോ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് കെട്ടടങ്ങി തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതെല്ലാം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് ദേഷ്യമൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ already പറഞ്ഞായിരുന്നു ആ ദേഷ്യത്തിനേക്കാൾ മുകളിൽ ഇപ്പൊ അവരുടെ ഉള്ളിൽ നിൽക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്. എല്ലാം കൊണ്ടും അവരുടെ ഹൃദയത്തിലെ ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് സൂക്ഷിച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം. അത് മറ്റാരിലേക്കും കൊടുക്കാൻ അവർ തയ്യാറല്ല. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അവർ എത്രയും ദേഷ്യം കാണിച്ച് ഏതൊക്കെ സിറ്റുവേഷനിലേക്ക് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങളെപ്പോലെ തന്നെ അവരും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതും അവരുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിൽ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നതും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ റീഡിംഗ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു അകൽച്ച കാര്യങ്ങൾക്കൊക്കെ മനസ്സുകൊണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറണമെന്ന് അവരായിട്ട് തന്നെ ചിന്തിച്ചും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ കാര്യങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിക്കൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് മാറുന്നുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ സ്പ്രെഡ് റീഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം പോസിറ്റീവ് ആയിട്ട് തന്നെ ആ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേദനകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്താണ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയം നൽകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. Opportunity, abundance, the situation will improve, it's up to you, if you believe,
within the next few months, success, forgiveness. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റിക്കവറി ആണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും റിക്കവറി ആണ്. നിങ്ങൾക്ക് ഈ ബന്ധം തീർച്ചയായും തിരികെ ലഭിക്കും. റിക്കവർ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. റൊമാൻസ് ആണ്, ആ ഒരു പ്രണയം, ആ ഒരു സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവയോഗ്യമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ് വന്നിരിക്കുന്നത്. വെയിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം. വരുന്ന സമീപ ഭാവിയിൽ തന്നെ, അതായത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ, ചിലവരുടെ കേസിൽ ചിലപ്പോൾ 1 മന്തിനുള്ളിൽ തന്നെ ആയിരിക്കാം. എന്തായാലും ഒരുപാട് ലേറ്റ് ആയിട്ടല്ല, നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അവസരം നിങ്ങൾക്ക് ലഭിക്കും. അബണ്ടൻസ് ആണ്. ആ ഒരു അവസരങ്ങളിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷവും സമൃദ്ധിയും എല്ലാം കടന്നു വരാൻ സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും അതിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതിന് മാറ്റങ്ങൾ സംഭവിക്കും. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ അത്രത്തോളം യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ച് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. കാരണം ഇറ്റ്സ് അപ് ടു യു. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു എനർജി ബാലൻസിങ് ആവുന്നത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഒരു പേഴ്സൺ എത്രത്തോളം പെട്ടെന്നാണോ നിങ്ങളിലേക്ക് അടുക്കുന്നത് ആ ഒരു കാര്യം ഇരിക്കുന്നത്. സക്സസ് ആൻഡ് ഫോർഗീവ്നെസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ, അവർ നിങ്ങളോട് പ്രവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ഫോർഗീവ്നെസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് തീർച്ചയായും സംഭവിക്കുകയും ചെയ്യും. ഒരു ക്ഷമാപണം, കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. വളരെ സക്സസ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മാറുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട, തീർച്ചയായും ഇത് ലഭിക്കും. പക്ഷേ നിങ്ങളുടെ എനർജിനെ നിങ്ങൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളൊന്ന് സെൽഫ് ലവിലേക്ക് വരിക. ആ ഒരു ഡൗൺ ആയിട്ടിരിക്കാതെ പോസിറ്റീവ് തിങ്ക് മാത്രം, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം മൈൻഡിൽ കൊണ്ടുവരിക. ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ കൊണ്ടുവരാതെ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ പുറമേ പറയുന്നത് വേണ്ടാന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രീതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്യണം. മനസ്സുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ എനർജീനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. ഒരു രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ വേണ്ടേ എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ആഗ്രഹത്തിന് തീർച്ചയായും നിങ്ങൾ ആദ്യം കൊണ്ടുവരണം. അതിനുശേഷം വേണം നിങ്ങൾ അത് മുന്നോട്ടേക്ക് അതിൻ്റെതായ രീതിക്ക് കൊണ്ടുപോകാനായിട്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നമുക്ക് തീർച്ചയായിട്ടും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതാണ് നമുക്ക് റീഡിംഗ് ആയിട്ടും ഗൈഡൻസ് ആയിട്ടും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റീഡിങ്ങും ഗൈഡൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും വ്യക്തിയായിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഡിസംബർ മന്ത്, അത്തം എന്നൊരു സ്റ്റാർ, പുണർദം, 38 എറണാകുളം, ട്രിവാൻഡ്രം, ഉത്രം, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം. 42 വി എന്നൊരു ലെറ്റർ, ഇടുക്കി, എം എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, ഏരീസ്. വിത്തിൻ 3 മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. പൈസസ്, അനിഴം, 1990, പത്തനംതിട്ട, ലിയോ, മെയ് എന്നൊരു മന്ത്, കാപ്രിക്കോൺ. 7 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട്. 7 ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 7 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനോ മറ്റോ വരാൻ സാധ്യതയുണ്ട്, മെസ്സേജ് ആയിട്ടാണെങ്കിൽ പോലും.
H എന്നൊരു ലെറ്റർ കാസർഗോഡ്. 30 വന്നിട്ടുണ്ട്, 30 ദിവസം എറണാകുളം. അപ്പോൾ 1 month കാണിക്കുന്നുണ്ട്, 3 months കാണിക്കുന്നുണ്ട്, 7 days കാണിക്കുന്നുണ്ട്. 37 K എന്നൊരു ലെറ്റർ. 44 28. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് P എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.